ഈ ബി.ജെ.പിയിലെ ഫണ്ട് തട്ടിപ്പ് നമ്മൾ ഉദ്ദേശിച്ചതിലൊക്കെ വളരെ ആഴത്തിലുള്ളതാണ്. ഈ കോടികളുടെ പറഞ്ഞ തട്ടിപ്പാണ്. തുകയൊന്നും അല്ല, ഈ 12 കോടിയും 40 കോടിയൊന്നും ആയിരിക്കില്ല, ഒന്നുമല്ല. അതിനേക്കാളും വലിയ തുകകളിലേക്ക് ഇത് പോകുന്നു എന്നുള്ളത് മനസ്സിലാക്കുന്നത്. അല്ല, നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യുമ്പോഴല്ല, നമ്മുടെ ഈ ചർച്ച ചെയ്യുന്നതിൻ്റെ ഇപ്പം അത് നമ്മുടെ ലൂസ് ടോക്ക് പരിപാടിയിലാണെങ്കിലും നമ്മുടെ ഈ മറുനാടൻ സ്പെഷ്യലി നടക്കുന്ന ചർച്ചയിലാണെങ്കിലും ഇതിൻ്റെ എല്ലാ അടിയിൽ കുറേ ബി.ജെ.പിക്കാർ വന്ന് തെറി പറയുന്നു. അതറി പറയുന്നുണ്ട്. അപ്പോൾ അവരെന്താണ് ഉദ്ദേശിക്കുന്നത്? ഈ ബി.ജെ.പിയുടെ തട്ടിപ്പ് നടന്ന വിവരം നമ്മൾ ഉണ്ടാക്കിയതാണ് എന്നാണ് ആണോ ഇവർ വിചാരിച്ചത്? ഇത് സംബന്ധിച്ച എല്ലാ വിവരങ്ങളും നമുക്ക് ലഭിക്കുന്നത് BJP തന്നെയാണ്. അതെ. അപ്പോൾ ഒരുപറ്റം ആൾക്കാർ വന്ന് പറയുന്നുണ്ട്, കൊങ്ങിയുടെ ആൾക്കാരാണ്, സതീശൻ്റെ ആൾക്കാരിന്ന് ചർച്ച നടത്തുന്നു. ഇനി കുറച്ച് പേര് കുറച്ച് കഴിയുമ്പം വന്ന് പറയും, അതായത് നമ്മളിപ്പം M.R. അജിത്കുമാറിനെ ചെന്നിത്തല രക്ഷിക്കുന്നു എന്ന് പറഞ്ഞാൽ കുറേ പേര് അതിനടി മുമ്പ് ബി.ജെ.പിയുടെ കയ്യിൽ നിന്ന് കാശ് മേടിച്ചിട്ട് കോൺഗ്രസിനെ. ഇതൊന്നുമല്ല സത്യം, അതാദ്യം മനസ്സിലാക്കുക. ബി.ജെ.പിയിൽ നടന്നിരിക്കുന്ന വലിയ തട്ടിപ്പാണ്, വമ്പൻ തട്ടിപ്പ്. ഇത് BJPയുടെ അണികൾ കഴിഞ്ഞ ദിവസം ഒരു BJPയുടെ പ്രാദേശിക നേതാവിനെ പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ ഒരു വേറൊരു എന്താണ് വ്യഞ്ജന കട എന്ന ഒരു ഏജൻസി നടത്തുന്ന ഒരാൾ പറയുന്നത് എൻ്റെ കടയുടെ GST വെച്ചാണ് ഇവർ ഈ തട്ടിപ്പെടുത്ത് കൊടിക്കച്ചവടം ഇല്ലാന്ന് അദ്ദേഹം പറയുന്നുണ്ട്. കൊടി വാങ്ങിച്ചത് ഏതൊക്കെ തരത്തിൽ നോക്കുക, മുഴുവൻ തട്ടിപ്പാണ്. മുഴുവൻ തട്ടിപ്പ് നരേന്ദ്രമോദിയുടെ പേരിൽ വരെ തട്ടിപ്പാണ്. അതാണ് നമുക്ക് ഏറ്റവും വിഷമം ഉണ്ടാക്കുന്ന കാര്യം. നമ്മുടെ പ്രധാനമന്ത്രി അദ്ദേഹം ഒരു അഴിമതിക്കറ പുരളാത്ത ഒരു മനുഷ്യനായ നമ്മുടെ പ്രധാനമന്ത്രിയെ, അദ്ദേഹം ഇരുട്ടവിളൊക്കെ നമ്മുടെ രാജ്യത്തിന് വേണ്ടി ഓടി കിടന്ന് രാജ്യത്ത് വിദേശമായിട്ട് ഉറക്കമില്ലാതെ നടക്കുന്ന ഒരാളിൻ്റെ പേരിൽ പോലും പൈസ തട്ടിച്ചു എന്ന് പറയുമ്പോൾ അത് പ്ലാക്കാർഡ് വെക്കുന്നതിലാണ്. അതായത് 8000 പ്ലാക്കാർഡ് ഓർഡർ കൊടുത്തു, എന്നിട്ട് ഇതിന്റെ ശബ്ദരേഖ പുറത്തു വന്നു എന്ന് പറയും. അതെ. അതായത് സംസ്ഥാന നേതാവ് വിളിച്ചിട്ട് കേട്ടിരുന്നു, എല്ലാത്തിലും വന്നിരുന്നു മാധ്യമം. 16 ലക്ഷം രൂപ, പാതി നമുക്കും പകുതി ഞങ്ങൾക്കും പകുതി നിങ്ങൾക്കും. അങ്ങനെ ഒന്ന് ആലോചിച്ച്, ഇതൊക്കെ ഇത്തരം വെട്ടിപ്പുകളൊക്കെ ഞാൻ ഈ സർക്കാർ കരാറെടുക്കുന്ന കാര്യത്തിൽ നടന്നിട്ടുണ്ട്. അതായത് കുറച്ച് കരാറുകാർ കൂടിയിട്ട് ഇവർ ഓരോ പദ്ധതികൾ അങ്ങ് വീതം വെച്ചെടുക്കും. ഇത് കൊട്ടേഷൻ ക്ഷണിക്കുമ്പോഴേ ഇവർ കരാറുകാരൊരു യോഗം കൂടി വെച്ച് ഇവരെന്തോ എന്നറിയും, ഇന്നത് നിനക്ക്, അത് നിനക്ക്, ഇത് നിനക്ക്, ഓക്കെ. അപ്പോൾ ബാക്കിയുള്ളവരെ വെട്ടാൻ വേണ്ടി ഇവർ ഫോക്കസ് ചെയ്യാമെന്ന് ഇവർ പരിഗണിപ്പിക്കും. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ഇന്നടത്ത് പോയി ഇത്ര രൂപ ടെൻഡർ കൊടുക്കുക, ഞങ്ങൾ അതിനെക്കാട്ടി വലിയതായിട്ട് കൂട്ടിക്കൊടുക്കുക. അതായത് 5 ടെൻഡർ വന്നാൽ ഈ ടെൻഡർ കൊടുക്കാൻ ആർക്കാണോ ഇത് എടുക്കേണ്ടവന് അവൻ്റേത് മാത്രം ചെറിയ തുകയും ബാക്കി ഈ കൂടെ നിൽക്കുന്നവൻ്റെ എല്ലാം വലിയ തുക എഴുതി വെക്കും. അപ്പോൾ എന്ത് പറ്റും, ടെൻഡർ പൊളിക്കുമ്പം കുറഞ്ഞ തുക എഴുതിയെന്നുള്ളതിൽ ഇയാൾക്ക് തന്നെ ഇതേ രീതിയിൽ നടക്കും. ഞങ്ങളുടെ കുട്ടിക്കാലത്ത് ഞങ്ങളുടെ വീട്ടിൽ പുരയിടത്തിലൊക്കെ ഈ മരച്ചിനി നമ്മൾ നടുമ്പോൾ അത് വാങ്ങിക്കാൻ വരുന്ന ആൾക്ക് ഇതേ ഒരു പരിപാടി ഉണ്ടായിരുന്നു. 3-4 പേര് വരും. പക്ഷെ ഇവരെല്ലാം ശരിക്കും പറഞ്ഞാൽ ഒരേ സംഘത്തിൽപ്പെട്ടവർ തന്നെയാണ്. ഒരാളൊന്നും വളരെ കുറഞ്ഞൊരു വില പറയും. അപ്പോൾ നമ്മൾ വരാനും പറ്റില്ല, പൊയ്ക്കൊള്ളാൻ പറയും. അപ്പോൾ വേർത്തം വരും, ഇത് പിന്നെ കുറച്ചൊരു വില പറയും. അവസാനം 4ാമതൊരുത്തം വരും, അവൻ ഇവർ ഉദ്ദേശിച്ച വില, ഇവർക്ക് ടീം ഉദ്ദേശിച്ച വില എത്രയാണെന്ന് വെച്ചാൽ അവൻ പറയും. പിന്നെ 5ാമന് ഇല്ല. അവസാനം നമ്മൾ കൊടുക്കാൻ നിർബന്ധിതരാവും. ഇത് തന്നെയാണ് ഈ ബി.ജെ.പിയുടെ ഈ നരേന്ദ്രമോദി വരുന്ന പ്രമാണിച്ച് 8000 പ്ലക്കാർഡ് ഉണ്ടാക്കിയതിനകത്ത് വന്നിരിക്കുന്ന, അതായത് നരേന്ദ്രമോദിയുടെ ഫുൾ ഫിഗറാണ്. ഈ ഫുൾ ഫിഗറാണ് പ്ലക്കാർഡായിട്ട് എത്തിക്കുന്നത്. അപ്പോൾ ഇത് 175 രൂപ ഒരെണ്ണത്തിന് ചെയ്യാൻ വേണ്ടി ഒരാൾ റെഡിയായിട്ട് വന്നു. ഇവന്മാരയാൾക്ക് കൊടുത്തില്ല. എന്നിട്ട് എന്ത് ചെയ്തു, ഇവന്മാർ കൊട്ടേഷൻ വിളിച്ചു. അതിനകത്ത് 175 പറഞ്ഞവന് ഉൾപ്പെടുത്തിയിട്ടില്ല. ബാക്കി 3 പേരുടെ കൊട്ടേഷൻ കാണിച്ചു, 265 രൂപയുടെയും 300 രൂപയുടെ അതിൽ കൂടിയൊരു തുകയുടെ. എന്നിട്ട് എന്ത് ചെയ്തു, ഇത് 3 ഒരാൾ തന്നെയാണ്, 3 പേര് കൊടുത്തിരിക്കുകയാണ്. എന്നിട്ട് അതിൽ ഈ 265 രൂപയ്ക്ക് കൊടുത്തവന് ഈ കൊട്ടേഷൻ അവർ കൊടുക്കുന്നു. എന്നിട്ട് അവനോടാണ് പറഞ്ഞത്, നിനക്ക് 175 രൂപ തരും, ഈ 265ൻ്റെ ബില്ല് തരണം. അങ്ങനെ ഉണ്ട്. അങ്ങനെയാണ് തട്ടിപ്പ് നടന്നിരിക്കുന്നത്. അതാണ് 16 ലക്ഷം രൂപ. ഇവർക്ക് എന്താണ് ഈ വലിയ പകുതി വില തട്ടിപ്പാണ്. ഈ ഓർമ്മയുണ്ടല്ലോ, മറ്റേ ഒരു അനന്തകൃഷ്ണൻ തൊടുപുഴയുള്ള നടത്തി തിരുവനന്തപുരത്ത് വന്നിരുന്ന അയാൾ മാധ്യമപ്രവർത്തനം പറ്റിക്കാൻ വേണ്ടി വന്നിരുന്നു. അത് ജഡ്ജി വരെ അതിന്റെ കണിയിൽ വീണു. പാതി വിലക്കെല്ലാം തരാന്നാണ്. ഇപ്പൊ ഇവർക്കെല്ലാം പപ്പാതിയാണ്, 50-50 ആണ്. കമ്മീഷനെ പലയിടത്ത് ശതമാനം കുറവാണ്, രാഷ്ട്രീയ പോലും കമ്മീഷൻ. ഈ 50-50 എന്ന് പറഞ്ഞത് ഭയങ്കര സംഭവമാണ്. അപ്പോൾ ഇത് പറയുമ്പോഴാണ് രസം. എന്നിട്ട് അതുപോലെ തന്നെ ഈ ഹെലികോപ്റ്റർ വാടകയുടെ കാര്യം, ഹെലികോപ്റ്റർ വാടകയ്ക്കെടുത്ത, അതായത് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിനും 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിനും മണിക്കൂർ ഒന്നിന് 3.40 ലക്ഷം രൂപ വെച്ചാണ് ഹെലികോപ്റ്റർ. പക്ഷേ ഇത്തവണ വന്നപ്പോൾ അത് 2.7 സംതിങ് ലക്ഷം രൂപയാക്കി കുറഞ്ഞു. ഇത് സാധാരണ ഇന്ധന വിലയൊക്കെ കൂടി നിൽക്കുക. ഇപ്പോഴാണ് ശരിക്കും ഹെലികോപ്റ്റർ വാടക കൂടുതൽ. പക്ഷേ ഇത് 2021-24 വാടക ഹെലികോപ്റ്റർ വാടക കൂടുതൽ. അപ്പോൾ ഇതുപോലെ തന്നെ ഒരു ഹെലികോപ്റ്റർ ഇങ്ങനെ എടുത്തു, എന്നിട്ട് ഒരു നേതാവ് പോയി വേറൊരു ഹെലികോപ്റ്റർ തിരുവനന്തപുരത്ത് നേതാവ് വേറെ ഹെലികോപ്റ്റർ എടുത്തിട്ട് ഇത് എന്തിനാണ് ഇത്ര ഹെലികോപ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് എന്ത് ചെയ്തു, കരാർ വെച്ചുപോയി.
പിന്നെ ബാക്കി വരുന്ന സമയം ഇത്ര മണിക്കൂറിനെയൊക്കെ കരാർ വെച്ചു. ഈ ബാക്കി വരുന്ന സമയം എന്തെടുത്തു? ഈ ബാക്കി വരുന്ന സമയം എന്നാൽ തമിഴ്നാടിന് കൊടുക്കാവുന്നു, തമിഴ്നാട്ടിലെ BJP ഘടകത്തിന്. പക്ഷേ അവർക്ക് പ്രചരണത്തിന് അവർക്ക് വേണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ ആ വഴിക്ക് കുറച്ച് പോയി. പിന്നെ ഇതിലൊക്കെ രസമുള്ള വേറൊരു സംഗതി ഒന്നുണ്ട്. ഒരു കാറ് ഒരു ദിവസം ഓടി, അതിന് ട്രിപ്പ് ഷീറ്റിൽ കാണിച്ചിരിക്കുന്ന 27 മണിക്കൂർ, ഒരു ദിവസം 24 മണിക്കൂർ എന്നുള്ളത് തിരുത്തി 27 മണിക്കൂറാക്കി ആ ഭാഗത്തും. അത് BJP നേതാവിന്റെ ടൂർ കമ്പനിയുടെ കാർ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ വേറെ തീവ്ര സമുദായത്തിൻ്റെ ഫണ്ട്, അങ്ങനെ ഒരു സംഭവം കൂടെ വന്നിട്ടുണ്ട്. തീവ്ര സഭ സമ്മേളനത്തിലും ഇതിൻ്റെ ഫണ്ട് തട്ടിപ്പ് നടന്നിരിക്കുന്നു. അപ്പോൾ സംഭവം എന്താണ്? വലിയ കൊച്ചിയിലാണെന്നുള്ള വലിയ സംഭവം. അതെ 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 BJPയുടെ ഈ തിരുവനന്തപുരം അല്ലെങ്കിൽ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് കൂടി വലിയ തട്ടിപ്പ് നടക്കുകയാണ്. K. സുരേന്ദ്രനോ V. മുരളീധരനോ ഒന്നിരുന്ന സമയത്ത് ഇത്രയും വലിയ തട്ടിപ്പുകൾ ഇവിടെ നടന്നതായിട്ട് യാതൊരു ഇതുമില്ല. ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖരൻ്റെ കാലത്താണ് ഇപ്പോൾ ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്ക് ഇത് സംബന്ധിച്ച് പരാതി എന്നിട്ടുണ്ട്. അദ്ദേഹം ഇതിൽ ഇടപെട്ടു എന്നാണ് അറിയുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെ നടപടി ഉണ്ടാവില്ല. അമിത്ഷായെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം അറിയാലോ, അദ്ദേഹം വളരെ ഷാർപ്പാണ്, വളരെ കൃത്യമായിരിക്കും എല്ലാ കാര്യങ്ങളിലും. ഇതുവരെ തട്ടിപ്പും വെട്ടിപ്പും നടന്നെന്ന് പറഞ്ഞാൽ അദ്ദേഹം ഇടപെടുക തന്നെ ചെയ്യും. അതുപോലെ ഇതിൻ്റെ MS കുമാർ ഉണ്ടല്ലോ, പാർട്ടി ഭാരവാഹിയായിരുന്നല്ലോ, അദ്ദേഹം സഹകരണ സംഘം, ആ സഹകരണ സംഘത്തിൽ നിന്ന് ലോൺ എടുത്ത് ലക്ഷങ്ങൾ ലോൺ എടുത്തിട്ട് കുടിശ്ശിക വരുത്തി പോയ നേതാവാണല്ലോ, അയാളാണ് ഇതിൻ്റെ എല്ലാം പിന്നിലെന്ന് പറയുന്നത്, ഈ തട്ടിപ്പുകളുടെ എല്ലാം പിന്നിലെന്ന് ആണ് പറയുന്നത്. അതുപോലെ ഇതെല്ലാം സംബന്ധിച്ച് വിശദമായ പരിപാടി BJPയുടെ സംഘടനാ ചുമതലയുള്ള സെക്രട്ടറി BL സന്തോഷ് ഒരു കത്തായിട്ട് അദ്ദേഹത്തിന് പോയി. ആ കത്ത് ചോർന്നിട്ടുണ്ട്. ആ കത്ത് ചോർന്നപ്പോഴാണ് ഈ കഥകൾ മുഴുവൻ വെളിയിൽ വരുന്നത്. അതാണ് ഇതിനകത്തെ രസം. എല്ലാം ചോരുകയാണ്. അപ്പോൾ സംഗതി ഒരു കാര്യത്തിന് ഒരു കൃത്യതയില്ല. അതുപോലെ സ്വന്തക്കാർക്ക് പെട്രോൾ പമ്പും ഗ്യാസ് ഏജൻസിയും കൊടുത്തിരിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ ഹൈന്ദവ സംഘടനാ നേതാവിൻ്റെ ബന്ധുക്കൾക്കായിട്ടാണ് ഈ പെട്രോൾ പമ്പും ഗ്യാസ് ഏജൻസിയും കൊടുത്തത്. അതെ, ഏതോ ഒരു സ്ഥലത്ത് ഒറ്റ ആളിന് രണ്ടും കൊടുത്തു എന്ന് കേട്ടു. അതെ, പെട്രോൾ പമ്പും ഗ്യാസ് ഏജൻസിയും കൊടുത്തു എന്ന് കേട്ട്. അല്ല, അത് അന്വേഷിക്കേണ്ടത് സുരേഷ് ഗോപി കൂടിയാണ്. അദ്ദേഹം അറിഞ്ഞിട്ടാണ്, അദ്ദേഹം പെട്രോളിയത്തിനെ കൂടെ ചുമതലയുള്ള സഹമന്ത്രിയാണ്, അദ്ദേഹം കൂടെ അന്വേഷിക്കേണ്ടതാണ്. അങ്ങനെയാണെങ്കിൽ ഇത് ശരിയാണെങ്കിൽ. ഇതിപ്പോൾ അമിത്ഷാ ഈ വിഷയം അറിഞ്ഞിട്ട് ഇപ്പോൾ കേന്ദ്ര ഇൻ്റലിജൻസ് ഇതിനെക്കുറിച്ച് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. ഇത് കൂടാതെ BJPക്ക് സ്വന്തമായിട്ടൊരു ഇൻ്റലിജൻസ് സംവിധാനമുണ്ട്, അവരും അന്വേഷണം തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്താണെങ്കിലും വല്ലാത്ത സംഭവമാണ്. തീവ്രസഭയുടെ സമ്മേളന ചെലവുകൾക്കായി ശേഖരിച്ച വലിയ തുക പാർട്ടി അക്കൗണ്ടുകളിൽ എത്തുന്നതിന് പകരം ചില വ്യക്തികളുടെ കൈകളിലേക്ക് നേരിട്ട് എത്തുകയും ഇത് വകമാറ്റുകയും ചെയ്തുവെന്ന് കേന്ദ്രത്തിന് ലഭിച്ച പ്രാഥമിക റിപ്പോർട്ടിൽ പറയും. അതുപോലെയാണ് MS കുമാറിൻ്റെ ബാങ്ക് വഴി നൽകിയ വായ്പ തിരിച്ചടിക്കാതെ കുടിശ്ശിക വരുത്തിയ നേതാവ് പാർട്ടി ഫണ്ട് വകമാറ്റി സ്വന്തം ആവശ്യങ്ങൾ നിറവേറ്റി എന്നുള്ളതും പറയുന്നു. അപ്പോൾ ഇതിനകത്ത് BJPക്കുള്ളിലെ ഗ്രൂപ്പ് വഴക്ക് പ്രശ്നങ്ങൾ എല്ലാം ഇതിനുള്ളിൽ വന്നിട്ടുണ്ട്. എന്താണെങ്കിലും നമുക്കറിയാം, BJPക്ക് 3 സീറ്റാണ് കിട്ടിയത്. എത്ര സീറ്റ് കിട്ടേണ്ടതാണ്? 25 സീറ്റെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് പിടിക്കേണ്ട സ്ഥലത്താണ് BJP വെറും 3 സീറ്റിലേക്ക് ഒതുങ്ങിപ്പോയത്. ഈ ചക്ക സ്ഥാനാർത്ഥികളെ കൊണ്ടൊന്നും നിർത്തിയില്ല. അതിന് വലിയ ഡീൽ നടന്നിട്ടുണ്ടെന്നാണ് ഉണ്ട്. ഇവർക്കാർക്കും ഇത് ഈ പാർട്ടി ഇവിടെ ജയിക്കണം എന്നൊരു താല്പര്യം ആർക്കും ഇല്ല. എല്ലാവരും എത്രത്തോളം അവരുടെ ഒരു മനസ്സിലിരിപ്പ് എന്താണെന്ന് അറിയാം. എനിക്ക് എത്ര കിട്ടും, എന്തായാലും BJP ഇവിടെ ജയിക്കത്തില്ല. എന്നാൽ പിന്നെ കിട്ടുന്ന സമയത്ത് ഉള്ളത് അതാകുമ്പോൾ ഫണ്ടാണെങ്കിൽ ഇഷ്ടം പോലെ വരുന്നുമുണ്ട്, നല്ല പോലെ ഫണ്ട് BJPക്കുണ്ട്, അത് വരുന്നുമുണ്ട്. BJP അറിയാമല്ലോ, ED ഉപയോഗിച്ച് BJP ഫണ്ട് സമാഹരിക്കുന്നു എന്നാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം. ഈ ആരോപണത്തിന്റെ ശരിയും തെറ്റും അവിടെ നിൽക്കും. ഈ മാത്രമല്ല, പ്രത്യേകിച്ച് വേറെ ഒരു ജോലിയും കൂലിയില്ലാത്ത പല നേതാക്കന്മാരും കൊട്ടാരം പോലത്തെ വീട് വെച്ചെന്നും ആഡംബര കാർ വെച്ചെന്നും പറയുന്നുണ്ട്. അതൊക്കെ അന്വേഷിക്കണ്ടല്ലേ ശരിക്കും. ഈ ലോക്കൽ നേതാക്കൾ, നമുക്കറിയാം നമ്മുടെ നാട്ടിലൊക്കെ ലോക്കൽ നേതാക്കന്മാരുണ്ട്, തീർത്തും ലോക്കലാണ്. എവിടെയെങ്കിലും ഒരു മണ്ണെടുപ്പ് നടന്നാൽ ഇവന്മാർ അതിൻ്റെ മുമ്പിൽ പോയി നിൽക്കും, ഞങ്ങൾ BJP പൈസ എടുക്കാൻ. ഇവന്മാർക്ക് വേറെ പേലേം കൂലിയൊന്നുമില്ല, ചെല്ലുക 5000 10,000 മേടിച്ച് പോവുക. അവർ അതിൻ്റെ ഫ്രണ്ടിൽ ചെന്ന്. കാരണം ഈ മണ്ണെടുക്കുന്ന യുവാക്കളുണ്ടല്ലോ, ഇവർ നമ്മുടെ അടുത്ത് സംസാരിച്ചിട്ടുണ്ട്. ഇവന്മാരെ കൊണ്ട് തോറ്റ ഒരു രക്ഷയില്ല, ഇവന്മാർ വന്ന് ഫ്രണ്ടിൽ കയറി നിൽക്കുക. അല്ല, ഇത് വളരെ വിചിത്രമായ കാര്യമാണ്. കാരണം കേരളം എന്ന് പറയുന്നത് രാഷ്ട്രീയ പ്രഭുത്വമുള്ള ഒരു സംസ്ഥാനമാണ്. അതുകൊണ്ടാണ് പലപ്പോഴും BJPക്ക് ഭരണം അല്ലെങ്കിൽ BJP കൂടുതൽ സീറ്റ് നേടാൻ കഴിയാത്തതെന്നാണ് പൊതുവെ പലരും കരുതുന്നത്. അങ്ങനെയല്ല, ഇതുപോലത്തെ നേതാക്കന്മാരെയും ഈ പ്രാദേശിക നേതാക്കന്മാരെയൊക്കെ ജനങ്ങൾ കാണുന്നു. പഴയ കാലമല്ല, ആളുകൾ വളരെ പെട്ടെന്ന് മനസ്സിലാക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് BJPക്ക് ഇപ്പോഴും മുന്നിലെത്താൻ കഴിയാത്തത്. ഇത് പരിഹരിച്ച് ഇത്തരത്തിലുള്ള ആളുകൾ അടിച്ച് ഓടിച്ചാൽ മാത്രമേ ഈ പാർട്ടി കാലത്ത് നന്നാവുകയുള്ളൂ. എങ്കിലേ അതിനുവേണ്ടി ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി അമിത്ഷായും ഒക്കെ വന്ന്, മാത്രമല്ല എത്ര യോഗ്യതയുള്ള ആളെ ഈ പാർട്ടിയിലേക്ക് എടുത്തു നമ്മൾ മുമ്പ് കാണുന്നുണ്ട്. പിന്നെ അവർക്കുറിച്ച് യാതൊരു വിവരമില്ല. അതാണ് മനസ്സിലാകാത്തൊരു കാര്യം.
അല്ല ഇതിനകത്ത് BJPക്ക് കേരളം ഭരിക്കണമെന്നുണ്ടെങ്കിൽ ഈ നിലവിലുള്ള ഒറ്റ ഒരെണ്ണത്തിനെയും വെച്ചോണ്ടിരിക്കുന്നു. ഈ പറയുന്ന എല്ലാ സംസ്ഥാന നേതൃത്വത്തിൽ ഇരിക്കുന്ന പല കക്ഷികളുടെയും പരിപാടി ഇതൊക്കെ തന്നെയാണ്. ഇവരെ എല്ലാം മാറ്റുക. പിന്നെ ആരുണ്ട് പുതുതായിട്ട് വരാമെന്ന് ചോദിച്ചാൽ ആരും ഇല്ല സത്യത്തിൽ. അതാണ് സംഭവിക്കുന്നത്. എന്താണെങ്കിലും ശരി, BJPക്ക് വളരെ തിരിച്ചടിയാണ് ഈ ഫണ്ട് വെട്ടിപ്പ്. കേന്ദ്ര നേതൃത്വം കൂടി ഇടപെടുന്ന പോലെ ഒരുപാട് പേര് പാർട്ടിക്ക് പുറത്തേക്ക് പോകാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്.